ഇതേപോലുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ 4-ാം മാസത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. ഉപേക്ഷിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് കണ്ട കിളികളുടെയൊക്കെ ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കായിരിക്കും. ഹോപ്പ് എന്ന് പറഞ്ഞ വില്ലേജ്, ഹോപ്പ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ദയനെ ഏറ്റെടുക്കുകയായിരുന്നു. ദയ ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നത് ജോർജിയയിലാണ്. ജനിച്ച 4-ാം മാസത്തിലാണ് ഇവിടെ കിട്ടുന്നതെന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും അമ്മയെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ പേരൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യം തോന്നിയിട്ടുണ്ടോ? ശരിക്കും എനിക്ക് അങ്ങനത്തെ മൈൻഡ് ഇല്ല ചേച്ചി. ഇപ്പം ഞാനിവിടെയാണ്, എൻ്റെ അമ്മ എവിടെയാ, എൻ്റെ അച്ഛൻ എവിടെയാ, അല്ലെങ്കിൽ എൻ്റെ വീട് എവിടെയാ, അങ്ങനെയൊന്നും ഒരു ഭയങ്കര താല്പര്യം ഉണ്ടായിട്ടില്ല എനിക്ക് അറിയണമെന്ന്. കാരണം ഇവിടെ അമ്മയുണ്ട്, അനിയന്മാര്, അനിയത്തിമാര്, അങ്കിള്, നമുക്ക് അങ്ങനെ തിരക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. തിരക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. +2 കഴിഞ്ഞിട്ട് ഡോക്ടർ ആവാൻ പഠിക്കാനായിരുന്നോ അതോ എൻട്രൻസ് എഴുതി ഏതെങ്കിലും ഒരു ഇല്ല ഡോക്ടർ അത് തന്നെ എൻട്രൻസ് എഴുതിയിട്ട് ഇപ്പൊ നീറ്റ് എഴുതി നേരെ ഡോക്ടർ വേണം, അത് തന്നെയായിരുന്നു പണ്ട് തൊട്ട്. വേറെ കോഴ്സിനൊക്കെ ചിന്തിച്ചിട്ടേ ഇല്ല, മൈൻഡിൽ അങ്ങനെ ഒരു വേറെ ഒന്നും ഇല്ല, ഡോക്ടർ ആവണം. അതാണ്. എപ്പോഴായിരിക്കും ഡോക്ടർ ആവണം തോന്നി? എപ്പോഴായെന്ന് എനിക്കറിയില്ല കറക്റ്റ്. ചെറുതിലെ തൊട്ട് ഞാൻ എല്ലാവരും പറയും, ചെറുതിലെ തൊട്ട് നീ പറഞ്ഞു നടക്കുന്നത് നിനക്ക് ഡോക്ടറാണോ, നിനക്ക് ഡോക്ടറാണോ, അങ്ങനെയാണ്. പിന്നെ വലുതായപ്പോഴും ഞാനത് കളഞ്ഞിട്ട് എനിക്കതൊന്നും തന്നെ കളഞ്ഞിട്ടില്ല. ഇപ്പം ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കൂട്ടുകാരെ കണ്ടിട്ടുണ്ട്, അവരുടെ പേരൻസ് ഉണ്ട്. അപ്പം ആദ്യമേ എന്നോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, എന്നെ ആരും അങ്ങനെ കൂട്ടിയിട്ടില്ല. പക്ഷെ എപ്പോഴെങ്കിലും എനിക്കൊരു പേരൻറ്റിനെ വേണം, അല്ലെങ്കിൽ എനിക്കൊരു അച്ഛനമ്മയുണ്ട്, ഒരു വീട് എന്നുള്ളൊരു കൾച്ചറോ ഇതൊന്നും ഇല്ല. ഇല്ല എനിക്ക് അതിപ്പം ഞാനിപ്പോ 4 മാസമുള്ളപ്പോഴത്തെ ഇവിടെ ഉണ്ടോ. അപ്പൊ പിന്നെ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന എല്ലാം ഇവിടെ തന്നെ. അപ്പൊ ഇതാണ് എന്റെ ഫാമിലി, എന്റെ അമ്മ, എന്റെ അനിയൻ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ചിന്തയെ ഇതുവരൊന്നുമില്ല. ഇപ്പൊ ഈവൻ പാരന്റ്സ് മീറ്റിംഗിന് വന്നാലും വീട്ടിൽ ആന്റി വരും, അപ്പൊ നമ്മുടെ വീട്ടിൽ അമ്മ വന്നു, അപ്പൊ എല്ലാരും കാണിച്ചെടുക്കാം, അങ്ങനെ ഇതുള്ളൂ. അല്ലാണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വേണം അങ്ങനത്തെ ചിന്തയെ ഉണ്ടായില്ല എനിക്ക്. ഞാൻ പക്ഷേ കഴിഞ്ഞ വർഷം ഈ ന്യൂസ് കേൾക്കുന്നത്, അതായത് ഈ ഹോപ്പ് വില്ലേജിൽ നിന്ന് ഒരാള് വെളിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അതിന്റെ പിന്നിലെ കഥ ഒന്ന് പറയാമോ ഞങ്ങൾക്ക്? എനിക്ക് സ്പോൺസേഴ്സ് ഉണ്ട് ഇവിടെ. ചെറുതിലെ തൊട്ട് നോക്കുമ്പോൾ എനിക്കിപ്പോ കറന്റ് അറിയുന്ന അലൻ മോർഗൻ എന്ന് പറഞ്ഞ എന്റെ സ്പോൺസറിനെ. അപ്പൊ ആളുമായിട്ട് എനിക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ നീറ്റൊക്കെ എഴുതിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അങ്കിളിനെ വിളിച്ചിട്ട് ചോദിച്ചു മോൾക്ക് പോകാൻ താല്പര്യമുണ്ടോ. അങ്കിൾ എന്നോട് വന്നിട്ട് ചോദിച്ചു നിനക്ക് താല്പര്യം. ഞാൻ എന്റെ ആ ഒരു കരിയറായിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എബ്രോഡ് പോയി പഠിക്കണം. ഞാനിങ്ങനെ നീറ്റ് എഴുതി ഇവിടെ എവിടെയെങ്കിലും കയറി അങ്ങനെ മാത്രമേ ഉള്ളൂ. പെട്ടെന്നെങ്കിലും ഇതിലൂടെ നല്ല ഓപ്ഷൻ ആണല്ലോ. പിന്നെ ജോർജിനെ തന്നെ കണ്ടതിനെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ടില്ല. പിന്നെ കൂടുതൽ നോക്കി, അപ്പൊ ഇഷ്ടപ്പെട്ട് കൊള്ളാം, ഒരു നല്ല കൺട്രി അങ്ങനെ. പിന്നെ എപ്പോഴാ ശിശുരോഗ വിദഗ്ധയാവണം എന്നുള്ളത്? അയ്യോ ക്യൂട്ടായിട്ടിരിക്കുന്നോണ്ടാണോ? ഞാൻ ചുമ്മാ പൊക്കി പറഞ്ഞതാ. ഇല്ല ചേച്ചി, എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനിവിടെ സ്കൂളിലെത്തിണ്ടാറായിട്ടാണല്ലോ വീട്ടിലും കാര്യങ്ങളും. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ചെറിയൊരു കൊച്ച്. അപ്പൊ എനിക്ക് അവനെ നോക്കാൻ അവന്റെ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയുള്ള ഈ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളില്ലേ, എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഈ ഒരിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ അട്ടപ്പാടി ശിശുമാ അതൊക്കെ ആയിട്ട് എനിക്ക് അവിടെ പോകണം, എനിക്ക് അവിടെ വർക്ക് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. പറഞ്ഞോളൂ. ഒരു പ്രശ്നം. കല്യാണം എപ്പോഴാ? എന്റെ കല്യാണം എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്തായാലും ഞാൻ കംപ്ലീറ്റ് സെറ്റിലായിട്ടേ കെട്ടുള്ളൂ, അതിന് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ എനിക്ക് ഈ 6 ഇയർ കോഴ്സ് കഴിയാൻ അതന്നെ എനിക്ക് എന്ത് എടുക്കണം, എനിക്ക് അതെല്ലാം ജോലിയാകണം, എന്റെ വീട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ വീട് എന്ന് പറയുമ്പോ എന്റെ വീടെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഉണ്ടായിട്ട് എന്റെ ഒരു വീട് ഉണ്ടാക്കണം. ഇതൊക്കെ ചെറുതിലേ മുതലുള്ള സ്വപ്നങ്ങളാണോ? ചെറുതിലേ മുതലുള്ള സ്വപ്നങ്ങളാണ്. ഇപ്പൊ ഞങ്ങള് തന്നെ ഞങ്ങളുടെ ഒരു സെയിം ഏജ് ഗ്രൂപ്പ് കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരേടി നമുക്ക് വലുതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വീട് വെക്കാം, നമുക്ക് അങ്ങനെ വീട് വെക്കാം. അത് തന്നെ ഇപ്പോഴും ഞങ്ങൾ വിളിക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ വീട് ഒന്നിച്ച് നിൽക്കാം, നമുക്ക് അങ്ങനെ കേട്ട് ഒരു വെക്കേഷൻ നിങ്ങൾ എന്റെ വീട്ടിൽ, ഒരു വെക്കേഷൻ നമ്മൾ എന്റെ കിട്ടിയാരാ, അങ്ങനെയൊക്കെ എപ്പോഴും പറയലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്ലോട്ടായിട്ട് തിരിച്ചൊരു അതാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ നടക്കുന്നില്ല, കാരണം എല്ലാവരും പല പല സ്ഥലത്താണല്ലോ. അതുകൊണ്ട് പിന്നെ വെക്കേഷൻ ടൈമിൽ ഒരുമിച്ച് കൂടാകുമ്പോൾ അങ്ങനെയൊക്കെ. അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എനിക്ക് സ്വഭാവത്തിലല്ല, മനസ്സിലായി. എനിക്കിപ്പോ ഇവിടെ ആണെങ്കിൽ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം അങ്കിൾ ഓടിച്ച് വന്നോളൂ ചെയ്യാനായിട്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനാണെങ്കിൽ പോലും എനിക്ക് ഇവിടെ ആൾക്കാരുണ്ട് പുറകില്ലായിരുന്നു, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ആരുമില്ല. ഞാൻ തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ഞാൻ തന്നെ പോയി സിം കാർഡ് എടുത്ത് അപ്പം തന്നെ ചെയ്യാം, ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യാൻ എനിക്ക് കൊടുത്തു. പിന്നെ ഇപ്പം ഇവിടെ ആണെങ്കിൽ പോലും ഇപ്പം എന്തെങ്കിലും ഒരു ഒറ്റയ്ക്ക് എന്തെങ്കിലും ബോറാണെങ്കിൽ എനിക്ക് ഇവിടെ സംസാരിക്കാൻ ആൾക്കാരെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഇല്ല, എല്ലാവരും അവരോടെ കാര്യത്തിൽ ചെയ്യാം. പിന്നെ എനിക്ക് ഓടി ചെന്നിട്ട് ഒരാളെടുത്തിട്ട് ചേട്ടാ എനിക്ക് അതിനെ പ്രശ്നം അങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല. എന്നാലും അവർ നിന്ന് കൂടുതലും തന്നെ ജീവിക്കാൻ പഠിച്ചു, ഇൻഡിപെൻഡന്റ്ലി നമുക്ക് ജീവിക്കാൻ പഠിച്ചു. അപ്പൊ ഇവിടെയുള്ളവരൊക്കെ മിസ് ചെയ്തോ ശരിക്കും? നല്ലോണം മിസ് ചെയ്ത്. ഇദ്ദേഹമാണ് ഹോപ്പ് വില്ലേജിന്റെ ഡയറക്ടർ ശാന്തിരാജ്. ദയ ഒരു 6 വർഷം കൊണ്ട് ഇപ്പൊ 1 വർഷം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ഡോക്ടറാണോ?
അത് ഞങ്ങളുടെ ആദ്യത്തെ ഡോക്ടറാണ്. ആദ്യത്തെ ഡോക്ടറാണ് കേട്ടോ. ഡോക്ടറാണ്. മാത്രമല്ല ഞാൻ അതിന് ഈ റിസ്ക് എടുക്കാനുള്ള ഒരു കാരണം, നിലവിലുള്ള അടുത്ത ഒരു 5 വർഷത്തെ അസസ്മെന്റില് ഡേയുടെ അത്ര സ്കോർ ചെയ്യുന്ന, അതായത് 93% ഒക്കെ സ്കോർ ചെയ്ത് +2 വരാവുന്ന, സയൻസിൽ വരാവുന്ന ഒരാള് അത്രയും അങ്ങോട്ട് ഇനി അവർ ചിലപ്പോൾ ബിൽഡപ്പ് ആയേക്കാം. ഇല്ല, ഇപ്പം നിലവിലില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.